ഓക്കെ 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 ഓക്കെ. അപ്പൊ വീണ്ടും നമ്മള് പ്രൊജക്ടൈൽ മോഷന്റെ പ്രോബ്ലം തന്നെ എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് എന്തായാലും 4 or 5 ജെയിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നോക്കണേ, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 2025 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് ഇനി 2024 പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ എ പ്രൊജക്ടൈൽ ടു ഹാവ് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ്. The angle of projection for a projectile to have same horizontal range and maximum height. എടാ നമുക്കറിയാം ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? 2r tan theta is equal to 8h ആണ് അല്ലേ? ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും സെയിം ആടാ. അതായത് ആറിന്റെ വാല്യൂ അതായത് ആറിന്റെ വാല്യൂ എച്ചിന്റെ വാല്യൂ സെയിം ആണെന്നാ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആറും ഇവിടുത്തെ എച്ചും എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 tan theta ഈക്വൽ ടു എന്തായിട്ട് മാറി? 8 ആയിട്ട് മാറി. tan theta ഈക്വൽ ടു 8/2 ആയിട്ട് മാറും. സോറി, tan theta ഈക്വൽ ടു 8/2 ആയിട്ട് മാറും. 8/2 മീൻസ് എന്താ? 4 ആണ്. അങ്ങനെയാണ് theta ഈക്വൽ ടു tan ഇൻവേഴ്സ് 4 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം എന്താക്കാൻ പറ്റും? അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് ബേസിക് ഇക്വേഷൻ അല്ലേ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി യും മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ഇക്വേറ്റ് ചെയ്താൽ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം, ഏത് മെത്തേഡിലും ചെയ്യാം. ആൻസർ എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയി. The maximum height reached by a projectile is 64 meters. If the initial velocity is halved, the new maximum height of the projectile is. എടാ ഒന്നുമില്ല, ഞാൻ പറയാണ് ക്വസ്റ്റിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇനീഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ മാക്സിമം ഹൈറ്റ് അവർ തന്നിട്ടുണ്ട് h is equal to 64 ആണ്. നമ്മളോട് പറയാണ് ഈ യുവിന്റെ വാല്യൂ പകുതിയാക്കടാ അല്ലെ? ആദ്യത്തെ യുവിന്റെ വാല്യൂ 10 ആണെങ്കിൽ രണ്ടാമത്തെ യുവിന്റെ വാല്യൂ എന്താക്കി മാറ്റാണ്? 5 ആക്കി മാറ്റാണ്. അതായത് സെക്കൻഡ് കണ്ടീഷൻ ശ്രദ്ധിക്കണേ. സെക്കൻഡ് കണ്ടീഷനിൽ യുവിന്റെ വാല്യൂ എന്താക്കി മാറ്റി? പകുതിയായിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ന്യൂ പുതിയ ഹൈറ്റ് എന്താന്നാ ചോദ്യം. അപ്പൊ ഒന്നുമില്ല, ഹൈറ്റിന്റെ ബേസിക് ഇക്വേഷൻ എങ്ങനെ എഴുതാ? h is equal to u square sin square theta divided by 2g ആണ് അല്ലേ? u square sin square theta by 2g ആണ്. എടാ യുവിനെ മാത്രമേ മാറ്റുന്നുള്ളൂ, തീറ്റേനെ പറ്റിയൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ തീറ്റനെ നമുക്ക് എന്താക്കി എടുക്കാം? കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. തീറ്റ അവിടെ കട്ട് ചെയ്ത് പോയി, ടു എന്തായിട്ട് മാറി? കട്ട് ചെയ്ത് പോയി. ജി എന്തായിട്ട് മാറി? കട്ട് ചെയ്ത് പോയി. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമുക്ക് എഴുതാൻ പറ്റും എന്താ? യു സ്ക്വയർ ആണ്. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ ആണ്. ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ h1 എന്ന് കൊടുക്കുക, ഇതിനെന്ത് കൊടുക്കുക? h2 എന്ന് കൊടുക്കുക അല്ലെ? ഇത് യു അല്ലെ? അങ്ങനെയാണ് h2/h1 ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റും. h2/h1 എന്ന് വെച്ചാൽ എന്തായിട്ട് മാറും? u2 സ്ക്വയർ ഡിവൈഡ് ബൈ u1 സ്ക്വയർ ആണ് അല്ലെ? ഇതാണ് നമ്മുടെ u2, ഇതാണ് നമ്മൾ എന്താ? u1. അങ്ങനെയാണെങ്കിൽ h2/h1 ശ്രദ്ധിക്കണേ. h2/h1 is equal to u2 എന്ന് വെച്ചാൽ എത്രയായിരുന്നടാ? u/2. u/2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ u square by 4. u1 എന്ന് വെച്ചാൽ u തന്നെ u സ്ക്വയർ. സോ u സ്ക്വയറും കട്ടായി പോയി എന്തായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. സോ h2/h1 എന്ന് വെച്ചാൽ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ h2 is equal to ആ h1നെ അങ്ങോട്ടേക്ക് എടുക്കാം, h1/4 ആണ്. h1ന്റെ വാല്യൂ എത്രയായിരുന്നു? 64 ആണ്. 64/4 എന്ന് വെച്ചാൽ എന്തായിരിക്കും ആൻസർ? 16 ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്താടാ? 16 മീറ്റർ ആണ്. ജസ്റ്റ് റേഷ്യോ മാത്രം എടുക്കുക, ബേസിക് ഇക്വേഷൻ കയ്യിലുണ്ടാവും. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി അടുത്തത്, a projectile is projected 30 degree from horizontal with the initial velocity 40 meter per second. If the velocity of the projectile at t is equal to 2 seconds from the starting point will be from the start will be means starting point will be അല്ലേ? A projectile is projected at 30 degree from the horizontal with a velocity 40 meter per second. എടാ തന്ന വാല്യൂ അതേപോലെ എഴുതിയെടുക്കാൻ. അതായത് യുവിന്റെ വാല്യൂ എത്രയാടാ? 40 മീറ്റർ പെർ സെക്കൻഡാ.
തീറ്റേന്റെ വാല്യൂ എത്രയാടാ 30 ആണ് അല്ലേ. ദ വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ അറ്റ് എ ടൈം ടി. എടാ ഞാൻ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ടൈം ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. എടാ പ്രൊജക്ടൈൽ മോഷനിലെ വെലോസിറ്റി നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. യു സി ഈക്വൽ ടു യു കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് യു സൈൻ തീറ്റ ജെ ക്യാപ്പ് ആണ്. സോ യു കോസ് തീറ്റ മീൻസ് എന്ത് വരും? 30 ഇൻറ്റു കോസ് 30. 30 ഇൻറ്റു കോസ് 30 എന്ന് പറയുമ്പോൾ എന്താ വരിക? അല്ലേ 40 ഇൻറ്റു കോസ് 30 അല്ലേ. അപ്പൊ 40 ഇൻറ്റു കോസ് 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? √3/2 എന്ന് വരും. അപ്പം 20 40 വെട്ടിപ്പോയിട്ട് എന്തായിട്ട് മാറടാ? 20√3 ആയിട്ട് മാറും. എടാ യു കോസ് തീറ്റയുടെ വാല്യൂ എല്ലാ സമയം സെയിമാ. 20√3 തുടങ്ങുന്നെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് കഴിഞ്ഞാലും എത്ര തന്നെയാണ്? 20√3 തന്നെയാണ് അല്ലേ. ഇനി എന്ത് കണ്ടുപിടിക്കണം? യു സൈൻ തീറ്റന്റെ വാല്യൂ 2 സെക്കൻഡിന് ശേഷം കണ്ടുപിടിക്കാം. ഇത് രണ്ടും എന്താക്കാം? കൂട്ടുക. യു സൈൻ തീറ്റന്റെ വാല്യൂ 2 സെക്കൻഡിന് ശേഷം കണ്ടുപിടിക്കാം. ഇത് രണ്ടും എന്താക്കാം? കൂട്ടുക. എടാ വൈ ആക്സിലെ വെലോസിറ്റി യു വൈ ആഫ്റ്റർ എ ടൈം ടി എന്ന് വെച്ചാൽ എന്താ വരിക? യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ്. അതിന്റെ വാല്യൂ ഗ്രാജുവലി കുറയും. കാരണം ദർ ഈസ് എ വെർട്ടിക്കൽ ആക്സിലറേഷൻ. ബോഡി മുകളിലോട്ടേക്ക് പോകുമ്പോൾ താഴോട്ടേക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ എ ടൈം ടി y component of velocity is equal to uy is equal to എന്താ? u sin theta minus gt ആണ്. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചോ? uy is equal to u sin theta. u എന്ന് വെച്ചാൽ 40 ആണ് അല്ലേ. sin theta എന്ന് പറയുമ്പോൾ sin 30 മൈനസ് g ന്റെ വാല്യൂ 10 ആണ്. t ന്റെ വാല്യൂ 2. അപ്പൊ 40 ഇൻറ്റു sin 30 എന്ന് വെച്ചാൽ 1/2 മൈനസ് 20. അപ്പൊ ഇത് 20 ആയിട്ട് മാറൂടാ. 20 മൈനസ് 20 എത്രയാ? 0. ദാറ്റ് മീൻസ് എവിടെ എത്തിയിട്ടുണ്ടാവും? ഹയസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റന്റെ വാല്യൂ 0 എന്ത് മാത്രമേ ഉണ്ടാവും? യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവും. അപ്പൊ ആൻസർ 20√3 ആണ്. ഇനി ഇവിടെ ഇങ്ങനെ വേണേ ചോദിക്കാം, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് ആഫ്റ്റർ എ ടൈം ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അതായത് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡിന് ശേഷം പാർട്ടിക്കിൾ എന്തിനായിരിക്കും? എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ചോദിക്കാം വാട്ട് ഈസ് ദ കാൽക്കുലേറ്റഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ 2 സെക്കൻഡ് അത് മനസ്സിലായി. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ എത്രയാ? 4 ആണ് അല്ലേ. അപ്പൊ ചോദിക്കാം എഫക്റ്റീവ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്ത് മാത്രമേ ഉള്ളൂ? 2√3 മാത്രമേ ഉള്ളൂ. അതായത് എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. കാരണം വൈ കമ്പോണന്റ് വെലോസിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ട്? 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, വൈ കമ്പോണന്റ് വെലോസിറ്റി എന്തായിട്ടുണ്ട്? 0 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ആൻസർ ഈസ് 20√3 തന്നെ. കാരണം ആഫ്റ്റർ എ ടൈം 2 സെക്കൻഡ് മീൻസ് ബോഡി എത്തുന്നത് എവിടെയാണ്? ഹയസ്റ്റ് പോയിന്റിലാണ്. ഹയസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റന്റെ വാല്യൂ എന്തായിട്ടുണ്ട്? 0 ആയി പോകുന്നുണ്ട്. കണ്ട യു വൈന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ്. കാരണം നെഗറ്റീവ് ഡയറക്ഷനിലോട്ടേക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇല്ല അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അതിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? 2 ക്വസ്റ്റ്യൻ കൂടി അതും കൂടി നമുക്ക് സോൾവ് ചെയ്യാം. നോക്കണേ, 2023 ജെഇമെയിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് 30 degree to the ground is observed to be at the same height at times 3 seconds and 5 seconds after projection. During its flight, the speed of projection of the projectile is. ശ്രദ്ധിക്കണേ, എ പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് 30 degree to the ground is observed to be at the same height at 3 seconds and 5 seconds after projection. എടാ ഞാൻ വിടുന്നേ, ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടുന്ന് ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്യാണ്. എനിക്ക് മനസ്സിലായി ഏത് ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്? 30 ഡിഗ്രിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ആഫ്റ്റർ 3 സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡിന് ശേഷം 5ാമത്തെ സെക്കൻഡിന് ശേഷം ഇതെന്താണ്? ഗ്രൗണ്ടിൽ നിന്ന് ഒരേ ലെവലിലുള്ളത്. ഡ്യൂറിങ് ഇറ്റ്സ് ടൈം ദ സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ എന്നാണ് ചോദിക്കുന്നത്. സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ അല്ലേ. അപ്പൊ ഇവിടെ 3ാമത്തെ സെക്കൻഡ് തന്നിട്ടുണ്ട്, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 5ാമത്തെ സെക്കൻഡിൽ. 3ാമത്തെ സെക്കൻഡിലും 5ാമത്തെ സെക്കൻഡിലും സെയിം ഹൈറ്റ് ആണ് അല്ലേ. സെയിം ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താക്കുക? ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. S is equal to ut plus half at square. S is equal to ut plus half at square. ഇത് 2 ടൈമിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് 2 ടൈമിൽ എന്താക്കുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടും.
ഇത് 2 ടൈമിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് 2 ടൈമിൽ എന്താക്കുക, അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. ടീന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 3 എന്ന് കൊടുക്കുക. മറ്റേ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. മറ്റേ സ്ഥാനത്ത് നമുക്ക് 5 എന്ന് കൊടുക്കാൻ പറ്റൂ. ഡയറക്ഷൻ ഓഫ് മോഷൻ എന്താകുന്നുണ്ട്, ഇവിടുന്ന് ചേഞ്ച് ആകുന്നുണ്ട് അല്ലേ. ഇവിടെ വന്ന് ഇവിടുന്ന് എന്താകുന്നുണ്ട്, ഡയറക്ഷൻ ഓഫ് മോഷൻ എന്താകുന്നുണ്ട്, ചേഞ്ച് ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റൂല, രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടുന്ന് ഈ ഇക്വേഷൻ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം 5 സെക്കൻഡിന്റെ കേസിൽ ഇവിടം വരെ അപ്വേർഡ് ഡയറക്ഷൻ ആണ്, ഇവിടം വരെ എന്താ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ട്രിക്ക് ഉണ്ട്. നമ്മളെ ഗ്രാഫിൽ ഡെറിവേറ്റീവിലൊക്കെ പഠിക്കുന്നതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഈ 3ഉം 5ഉം കൂട്ടിയാൽ 3ഉം 5ഉം കൂട്ടിയാൽ എത്രയാ, 8 ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, 8ന് ഈക്വൽ ആയിരിക്കും. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ 8ന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്താ, 2u sin θ/g ആണ്. ഇനി ഇക്വേറ്റ് ചെയ്യാം. ടീന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്ത്, 8 എന്ന് കൊടുത്ത് അല്ലെ. 2 u ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, u തന്നെ കൊടുത്ത് അല്ലെ. sin θ എന്ന് പറയുമ്പോൾ എത്ര, sin 1/2. sin θ എന്ന് വെച്ചാൽ 1/2 ആണ്. ഡിവൈഡഡ് ബൈ ജിന്റെ സ്ഥാനത്ത് എത്രയാ, 10 കൊടുത്ത് 2 into കട്ടായി. അങ്ങനെയാണ് u is equal to 80 ആയിട്ട് മാറും. u is equal to 80 ആയിട്ട് മാറും. പ്രശ്നമുണ്ടോ? ഇവിടം വരെ 3, അവിടെ എന്താണ് 5 ആണ് അല്ലേ. അങ്ങനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ രണ്ടും കൂട്ടിയതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ 8 ആയിരിക്കും. u is equal to എത്ര കിട്ടും, 80 എന്ന് കിട്ടും. അല്ലാണ്ട് നമ്മൾ ബേസിക് ഈക്വേഷൻ കൊടുത്താൽ അത് കിട്ടൂല. അത് നമ്മൾ കർവ് പഠിക്കുന്നുണ്ട്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലും, അതായത് എസിന്റെ കേസിലും ഡെറിവേറ്റീവിന്റെ കേസിലൊക്കെ ഈ ടൈപ്പ് പറയുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് എസിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറയാം. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആണ്, 8ന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് കണ്ടീഷൻ നോക്കണം. ഞാൻ ഇപ്പൊ പറയാണ്, പ്രൊജക്ടൈലിന്റെ കേസിൽ അതായത് 4ാമത്തെ സെക്കൻഡിലും 12ാമത്തെ സെക്കൻഡിലും ഒരേ ഹൈറ്റ് ആണെന്ന് വെച്ചാൽ അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ണും പൂട്ടി പറയാൻ പറ്റും. അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിംഗ് കണ്ണും കൂട്ടി പറയാൻ പറ്റും, എത്രയാണ്, 16 ആണ്. സോ ആൻസർ ഈസ് എത്രയാണ് വരിക, 18 ആണ് വരിക. ആൻസർ ഈസ് 18 ആണ് അല്ലെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. 2 projectiles are projected at 30 degree and 60 degree with the horizontal with the same speed. The ratio of the maximum height attained by the 2 projectile respectively. ഇത് ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. എവിടെയാ ചോദിച്ചത്, ജയിക്കുന്നതാ ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ റേഷ്യോ ഓഫ് ദി മാക്സിമം ഹൈറ്റ് ആടാ ചോദിച്ചത്, ഒന്നുമില്ല. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എഴുതി ആദ്യം. h is equal to u square sin square theta divided by 2g. കോമൺ ആയുള്ളൊക്കെ വെട്ടിക്കോ. u ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ, ഇനീഷ്യൽ വെലോസിറ്റി സെയിം എന്നല്ല പറഞ്ഞ, അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി വെട്ടാം. 2 കോൺസ്റ്റന്റാ വെട്ടി, ജിയും കോൺസ്റ്റന്റാ വെട്ടി. അപ്പൊ മനസ്സിലായി എന്താ, h പ്രൊപ്പോർഷണൽ ടു sin square theta ആണ്. സോ h1/h2 ഈക്വൽ ടു sin square θ1 divided by sin square θ2. So h1/h2 is equal to sin square 30 divided by sin square 60 ആണ് അല്ലേ. So h1/h2 is equal to sin square 30 എന്ന് വെച്ചാൽ 1/2 whole square, sin square 60 എന്ന് വെച്ചാൽ √3/2 whole square, 1/2 square എന്ന് വെച്ചാൽ 1/4, √3/2 എന്ന് വെച്ചാൽ 3/4 ആണ്. 4ഉം 4ഉം വെട്ടി 1/3, 1/3 എന്ന് വെച്ചാൽ 1:3 ആണ്. ഓപ്ഷൻ നമ്പർ ഡി ആണ്. സിമ്പിൾ അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ളൂ, വലിയ ടഫൊന്നുമില്ല. ജെയിന്റെ ക്വസ്റ്റിനെ സോൾവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം. അപ്പൊ തന്നതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെക്ഷനിൽ കാണാം.